കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കളുടെ കണക്കുകൾ തേടി CBI. ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടി മലയാളം വാർത്താ ചാനലായ ജയ്ഹിന്ദിനാണ് CBIയുടെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ്. DK ശിവകുമാറിനും കുടുംബത്തിനും ചാനലിലുള്ള നിക്ഷേപത്തിന്റെ വിവരങ്ങളാണ് CBIയുടെ ബംഗളൂരു യൂണിറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CRPC സെക്ഷൻ 91 പ്രകാരമാണ് നോട്ടീസ്. 2013-18 വരെയുള്ള കാലയളവിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന് കാട്ടി CBI 2020 രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് നീക്കം. ശിവകുമാറിന്റെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും നിക്ഷേപമുണ്ടോ എന്നും CBI നോട്ടീസിൽ ചോദിച്ചിട്ടുണ്ട്. ഡിവിഡന്റ് ഷെയർ, ബാങ്ക് ഇടപാടുകൾ, ഹോൾഡിംഗ് സ്റ്റേറ്റ്മെന്റ്, ലെഡ്ജർ അക്കൗണ്ട്, കോൺട്രാക്ട് വിവരങ്ങൾ തുടങ്ങിയവയും ചാനലിനോട് CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI അയച്ച നോട്ടീസ് കിട്ടിയതായി ജയ്ഹിന്ദ് MD S ഷിജു വ്യക്തമാക്കി. CBIയുടെ നീക്കം രാഷ്ട്രീയ പകപോക്കലാണെന്നും ഒരു തരത്തിലുള്ള ക്രമക്കേടും നിക്ഷേപങ്ങളിൽ ഇല്ലെന്നും ഷിജു പ്രതികരിച്ചു. CBIയുടെ നീക്കത്തെ നിയമപരമായി നേരിടുമെന്നും ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷിജുവിനോട് ജനുവരി 11 നേരിട്ട് ഹാജരാകണമെന്നാണ് CBI ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ BJP സർക്കാരിന്റെ കാലത്തായിരുന്നു DK ശിവകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. 2013-18 വരെയുള്ള കാലയളവിൽ ശിവകുമാറും കുടുംബവും 74.93 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. കർണാടകയിലെ BJP സർക്കാർ പിന്നീട് കേസ് CBIക്ക് വിടുകയായിരുന്നു.